ഒരു തിരഞ്ഞെടുപ്പ് ദിവസമാണ് എന്ന് കരുതുക. ഉച്ചയ്ക്ക് ഏകദേശം 3 മണി സമയം. ബൂത്തിന് പുറത്ത് വോട്ടർമാരുടെ വലിയൊരു നിര തന്നെയുണ്ട്. നല്ല തിരക്കും ചൂടുമുള്ള സമയം. അപ്പോ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന EVM മെഷീനിൽ ലോ ബാറ്ററി എന്ന് കാണിക്കുന്നു. ശരിക്കും നെഞ്ചിടിപ്പ് കൂട്ടുന്നൊരവസ്ഥയാണത്. അതെ അതെ. അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ വന്ന ഒരാൾ വന്ന് ഉറക്കെ പറയാണ്, എന്റെ വോട്ട് വേറെ ആരോ ചെയ്തു കഴിഞ്ഞല്ലോ എന്ന്. പോളിംഗ് ഏജന്റുമാർ ഉടനെ ബഹളം തുടങ്ങും. ഒരു നിമിഷം കൊണ്ട് ആ ബൂത്തിലെ അന്തരീക്ഷം തന്നെ മാറും, അല്ലേ? തീർച്ചയായും. ഒരു പോളിംഗ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളിയുള്ള നിമിഷങ്ങളാണത്. അത്രയും നേരം സുഗമമായി നടന്ന കാര്യങ്ങൾ പെട്ടെന്ന് താറുമാറാകാൻ ഈയൊരു ചെറിയ ആശയക്കുഴപ്പം മതി. ഒരു അവലോകനത്തിലൂടെ സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ് ആൻഡ് റെസ്പോൺസ് അഥവാ പ്രത്യേക സാഹചര്യങ്ങളും പ്രതികരണങ്ങളും എന്ന ഈ പരിശീലന രേഖയുടെ ഉള്ളറകളിലേക്ക് കടക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയാണിത്. അതെ, നിങ്ങളിപ്പോൾ കാണുന്ന സ്ലൈഡുകൾക്കൊപ്പം പശ്ചാത്തലത്തിൽ കേൾക്കാൻ തയ്യാറാക്കിയിട്ടുള്ള ഈ പരിശീലനത്തിൽ ഒരു പ്രിസൈഡിംഗ് ഓഫീസർ എന്ന നിലയിൽ ഇത്തരം വെല്ലുവിളികളെ നിയമപരമായി എങ്ങനെ നേരിടാം എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മളിവിടെ അനാവശ്യ ഉദാഹരണങ്ങളിലേക്കൊന്നും പോകുന്നില്ല, നേരിട്ട് കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. അത് നന്നായിരിക്കും. കാരണം ഈ നിയമങ്ങൾ വെറുമൊരു ഔദ്യോഗിക നടപടിക്രമം മാത്രമല്ല, മറിച്ച് ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഉദ്യോഗസ്ഥർക്ക് സംരക്ഷണം നൽകുന്ന ഒരു കവചം കൂടിയാണ്. കൃത്യമായി പറഞ്ഞു. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. അതായത് EVM, അതുപോലെ VVPAT മെഷീനുകൾ. ഇവയുടെ സാങ്കേതിക പ്രശ്നങ്ങളാണ് പലപ്പോഴും വില്ലനാകാറുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സാഹചര്യത്തിലേക്ക് തന്നെ വരാം. തിരക്കിട്ട വോട്ടെടുപ്പിനിടയിൽ കൺട്രോൾ യൂണിറ്റിൽ, അതായത് CUവിൽ ലോ ബാറ്ററി എന്ന് കാണിച്ചാൽ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ കണ്ടാൽ ഉടൻ തന്നെ പ്രിസൈഡിംഗ് ഓഫീസർ അവിടുത്തെ സെക്ടർ ഓഫീസറെയാണ് വിവരമറിയിക്കേണ്ടത്. അല്ലാതെ തനിയെ ബാറ്ററി മാറ്റാൻ ശ്രമിക്കരുത്. ഒരു മിനിറ്റ്, ഈ പ്രിസൈഡിംഗ് ഓഫീസർക്ക് വേണമെങ്കിൽ വേഗത്തിൽ തനിയെ ആ ബാറ്ററി അങ്ങ് മാറ്റിവെക്കാൻ കഴിയില്ലേ? എന്തിനാണ് സെക്ടർ ഓഫീസറെ വിളിക്കുന്നത്? ഇല്ലല്ല, ഒരിക്കലും അങ്ങനെ തനിയെ ചെയ്യാൻ പാടില്ല. അതൊരു വലിയ നിയമലംഘനമാണ്. സെക്ടർ ഓഫീസറാണ് പുതിയൊരു പവർ പാക്ക് അവിടെ എത്തിച്ചു നൽകേണ്ടത്. ഓ, അങ്ങനെയാണല്ലേ? അതെ. ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. പോളിംഗ് ഏജന്റുമാരുടെയും സെക്ടർ ഓഫീസറുടെയും സാന്നിധ്യത്തിൽ മാത്രമേ ആ ബാറ്ററി മാറ്റാൻ പാടുള്ളൂ. അതായത് ഇതൊരു അടച്ച മുറിയിൽ വെച്ച് ഉദ്യോഗസ്ഥർക്ക് മാത്രം ചെയ്യാവുന്ന കാര്യമല്ല എന്നർത്ഥം. പോളിംഗ് ഏജന്റുമാരുടെ സാന്നിധ്യം ഇവിടെ ഇത്ര നിർബന്ധമാക്കാൻ കാരണമെന്താണ്? ശരിക്കും സുതാര്യത തന്നെയാണ് അതിന് കാരണം. പോളിംഗ് ഏജന്റുമാരില്ലാതെ നിങ്ങൾ തനിച്ചു മെഷീൻ തുറന്നാൽ അവിടെ യന്ത്രത്തിൽ കൃത്രിമം നടന്നു എന്ന ഗുരുതരമായ ആരോപണം വരാൻ സാധ്യതയുണ്ട്. മനസ്സിലായി. അപ്പോ അവർ കാണേ വേണം ഇത് മാറ്റാൻ. തീർച്ചയായും. അവരുടെ മുന്നിൽ വെച്ച് ബാറ്ററി മാറ്റിയ ശേഷം ത്രെഡും അഡ്രസ് ടാഗും ഉപയോഗിച്ച് ആ ബാറ്ററി സെക്ഷൻ വീണ്ടും കൃത്യമായി സീൽ ചെയ്യണം. ആ പുതിയ അഡ്രസ് ടാഗിൽ അവിടെയുള്ള പോളിംഗ് ഏജന്റുമാരുടെ ഒപ്പ് നിർബന്ധമായും വാങ്ങിയിരിക്കണം. ശരി. ഇത്രയും കാര്യങ്ങൾ ചെയ്ത ശേഷം ഈ വിവരങ്ങളെല്ലാം പ്രിസൈഡിംഗ് ഓഫീസറുടെ റിപ്പോർട്ടിന്റെ പാർട്ട് 2വിൽ വിശദമായി രേഖപ്പെടുത്തി സമർപ്പിക്കുകയും വേണം. അപ്പോൾ നിയമപരമായി ഉദ്യോഗസ്ഥർ സുരക്ഷിതരാകാൻ ഈ നടപടിക്രമങ്ങൾ സഹായിക്കും. ഇനി മറ്റൊരു സാങ്കേതിക തകരാറിലേക്ക് വരാം. ഈ VVPAT മെഷീനിൽ സ്ലിപ്പ് പ്രിന്റ് ചെയ്തതിന് ശേഷം അത് മുറിഞ്ഞു വീഴാതെ നിൽക്കുന്നൊരവസ്ഥയുണ്ടല്ലോ. എറർ 2.6. അതെ, മെഷീനിൽ എറർ 2.6 എന്ന് കണ്ടാൽ അവിടെ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ അവസ്ഥ എന്താകും? ആ വോട്ട് രേഖപ്പെടുത്തിയതായി കണക്കാക്കുമോ? ഇല്ല, അതൊരു അപൂർണമായ വോട്ടാണ്. അങ്ങനെ സ്ലിപ്പ് മുറിഞ്ഞു വീഴാതെ നിന്നാൽ ആദ്യം തന്നെ ഈ വിവരം പ്രിസൈഡിംഗ് ഓഫീസറുടെ ഡയറിയിൽ രേഖപ്പെടുത്തണം. തുടർന്ന് കൺട്രോൾ യൂണിറ്റ് സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം ആ VVPAT മെഷീൻ മാറ്റണം. അപ്പോൾ ആ വോട്ടറോ അവരെ തിരിച്ചയക്കുമോ? ഒരിക്കലുമില്ല. അവിടെയാണ് ഉദ്യോഗസ്ഥർ പ്രത്യേകം ഓർമ്മിക്കേണ്ട കാര്യമുള്ളത്. ഏത് വോട്ടറുടെ സ്ലിപ്പാണോ പ്രിന്റ് ചെയ്യപ്പെടുകയോ മുറിഞ്ഞു വീഴുകയോ ചെയ്യാതിരുന്നത് ആ വ്യക്തിയുടെ മുൻപത്തെ വോട്ട് പൂർണ്ണമായി രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണർത്ഥം. അതിനാൽ പുതിയ യന്ത്രം വെച്ചതിനു ശേഷം ആ വോട്ടറെ വീണ്ടും വോട്ട് ചെയ്യാൻ നിർബന്ധമായും അനുവദിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ്. ശരി, ഇനി ഈ കമ്പാർട്ട്മെന്റിൽ കയറുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ചോദിക്കാം. മെഷീനുകൾ വെച്ചിരിക്കുന്നത് രഹസ്യ സ്വഭാവമുള്ള വോട്ടിംഗ് കമ്പാർട്ട്മെന്റിലാണല്ലോ. എപ്പോഴൊക്കെയാണ് പ്രിസൈഡിംഗ് ഓഫീസർക്ക് ഇതിനകത്തേക്ക് കയറാൻ അധികാരമുള്ളത്? പ്രധാനമായും ചില പ്രത്യേക എററുകൾ വരുമ്പോഴും സംശയങ്ങൾ ദൂരീകരിക്കാനുമാണ് കയറുന്നത്.
ഉദാഹരണത്തിന് ഒരു വോട്ടർ അസാധാരണമാം വിധം കൂടുതൽ സമയം കമ്പാർട്ട്മെന്റിനുള്ളിൽ ചെലവഴിച്ചാൽ അവിടെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ കൃത്രിമം നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ പ്രവേശിക്കാം. അപ്പോ കൂടുതൽ സമയമെടുത്താൽ കയറാം. വേറെ എന്ത് സാഹചര്യത്തിലാണ്? മെഷീനിൽ ചില സ്പെസിഫിക് എററുകൾ വരുമ്പോഴാണ്. അതായത് പ്രസ്ഡ് എറർ BU01 അല്ലെങ്കിൽ BU02, പിന്നെ ലിങ്ക് എറർ അല്ലെങ്കിൽ BU01 നോട്ട് റെസ്പോണ്ടിംഗ്, അതുമല്ലെങ്കിൽ ലോ ബാറ്ററി VVPAT എന്നീ എററുകൾ വന്നാൽ പരിശോധിക്കാൻ കയറാം. ഇവിടെയും ഞാൻ നേരത്തെ ചോദിച്ച അതേ ചോദ്യം വരികയാണ്. എളുപ്പത്തിനു വേണ്ടി പ്രിസൈഡിംഗ് ഓഫീസർ തനിച്ച് കമ്പാർട്ട്മെന്റിൽ കയറി ഈ പ്രശ്നം അങ്ങ് പരിഹരിച്ചാൽ പോരെ? പാടില്ല. അവിടെ കർശനമായ നിബന്ധനയുണ്ട്. എപ്പോൾ വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ പ്രവേശിച്ചാലും അവിടെയുള്ള പോളിംഗ് ഏജന്റുമാരെ നിർബന്ധമായും ഒപ്പം കൂട്ടണം. ഓ, ഏജന്റുമാരെയും കൂട്ടി വേണം അകത്ത് കയറാൻ അല്ലേ? അതെ, മെഷീൻ ഇരിക്കുന്നിടത്തേക്ക് ഏജന്റുമാരുമായി ചെന്ന് അവർക്ക് കൂടി ആ എറർ എന്താണെന്ന് കാണിച്ചു കൊടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ ആ പ്രക്രിയ പൂർണ്ണമായും സുതാര്യമാണെന്നും ഉദ്യോഗസ്ഥരുടെ നിഷ്പക്ഷത സംരക്ഷിക്കപ്പെടുന്നു എന്നും ഉറപ്പാക്കാൻ സാധിക്കും. സുതാര്യത ഉറപ്പുവരുത്തിക്കൊണ്ട് മെഷീനുകളുടെ സുരക്ഷ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇനി നമുക്ക് വോട്ടർമാരുടെ ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലേക്ക് കടക്കാം. ചില സംശയാസ്പദമായ ഐഡന്റിറ്റികൾ ബൂത്തിൽ വരുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ നോക്കാം. ആദ്യമായി ASD ലിസ്റ്റ്. ആബ്സെന്റ്, ഷിഫ്റ്റഡ്, ഡെഡ് ലിസ്റ്റ്. അതെ, അതായത് രേഖകളിൽ മരണപ്പെട്ടതോ താമസം മാറിയതോ ഒക്കെ ആയ ഒരാള് നേരെ വന്ന് വോട്ട് ചോദിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അതൊരു വലിയ വെല്ലുവിളിയാണ്. ഈ ASD ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിയാണ് വരുന്നതെങ്കിൽ അവിടെ വളരെ സൂക്ഷ്മമായ പരിശോധന ആവശ്യമാണ്. അവർ എപിക് അഥവാ വോട്ടർ ID കാർഡോ അല്ലെങ്കിൽ അനുവദിച്ചിട്ടുള്ള മറ്റ് ഫോട്ടോ ID കാർഡുകളോ നിർബന്ധമായും ഹാജരാക്കണം. പ്രിസൈഡിംഗ് ഓഫീസർ ഈ രേഖകൾ നേരിട്ട് പരിശോധിച്ച് ഉറപ്പുവരുത്തണം. അതിനുശേഷം ഫോം 17A, അതായത് രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സിൽ ഇവരുടെ ഒപ്പ് വാങ്ങണം. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവരുടെ ഒപ്പിനൊപ്പം വിരലടയാളം കൂടി ഈ ഫോമിൽ പതിപ്പിച്ചിരിക്കണം. അപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ, സാധാരണ വോട്ടർമാർക്ക് ഫോം 17A ഒപ്പ് അല്ലെങ്കിൽ വിരലടയാളം ഇതിലേതെങ്കിലും ഒന്ന് നൽകിയാൽ മതിയല്ലോ. അപ്പോൾ ഈ ASD ലിസ്റ്റിലുള്ള ഒരാൾ വരുമ്പോൾ മാത്രം ഒപ്പിന് പുറമെ വിരലടയാളം കൂടി നിർബന്ധമാക്കുന്നതിന്റെ യുക്തി എന്താണ്? സംശയത്തിന്റെ നിഴലിലുള്ള ഒരു പട്ടികയാണ്. ഇവർ സ്ഥലത്തില്ലാത്തവരോ മരണപ്പെട്ടവരോ ആണെന്നാണല്ലോ ലിസ്റ്റ് പറയുന്നത്. അതെ. അങ്ങനെയുള്ളൊരു പേരിൽ ഒരാൾ വരുമ്പോൾ അത് യഥാർത്ഥ വ്യക്തി തന്നെയാണെന്ന് സംശയാതീതമായി ഉറപ്പിക്കേണ്ടതുണ്ട്. നാളെ ഏതെങ്കിലും ആൾമാറാട്ട പരാതി കോടതിയിൽ വന്നാൽ ഒപ്പു വ്യാജമാണെന്ന് ആർക്കും വാദിക്കാം. എന്നാൽ വിരലടയാളം എന്നത് ഒരിക്കലും നിഷേധിക്കാനാവാത്ത തെളിവാണ്. ശരിയാണ്, വിരലടയാളം മാറ്റാൻ കഴിയില്ലല്ലോ. അപ്പോൾ അത് ഉദ്യോഗസ്ഥർക്ക് ഒരു വലിയ സുരക്ഷയാണ്. അതുപോലെ പോളിംഗ് ബൂത്തുകളിൽ ഗൗരവത്തോടെ കാണേണ്ട മറ്റൊരു സാഹചര്യമാണ് ടെൻഡോഡ് വോട്ട്. വളരെ സെൻസിറ്റീവായ ഒരു വിഷയമാണത്. അതെ, അതായത് വോട്ട് ചെയ്യാൻ വരുന്ന യഥാർത്ഥ വോട്ടർക്ക് മനസ്സിലാകുന്നു അവരുടെ പേരിൽ മറ്റാരോ നേരത്തെ വോട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നുവെന്ന്. ബൂത്തിൽ വലിയൊരു ബഹളത്തിന് സാധ്യതയുള്ള ഈ സാഹചര്യത്തിൽ എന്താണ് പോളിംഗ് ഉദ്യോഗസ്ഥർ ചെയ്യേണ്ടത്? ആദ്യം തന്നെ പുതിയതായി വന്ന വ്യക്തിയാണ് യഥാർത്ഥ വോട്ടർ എന്ന് പ്രിസൈഡിംഗ് ഓഫീസർക്ക് അവരുടെ രേഖകൾ പരിശോധിച്ച് പൂർണ്ണ ബോധ്യം വരണം. അങ്ങനെ ബോധ്യം വന്നാൽ അവർക്ക് ടെൻഡേർഡ് ബാലറ്റ് പേപ്പർ നൽകണം. മെഷീനിൽ വോട്ട് ചെയ്യാൻ സമ്മതിക്കില്ലേ? ഇല്ല, ഇവർക്ക് ഒരു കാരണവശാലും EVM വഴി വോട്ട് ചെയ്യാൻ സാധിക്കില്ല. അതെന്തുകൊണ്ടാ? അവർക്ക് കൂടി മെഷീനിൽ വോട്ട് ചെയ്യാനുള്ള അവസരം നൽകിക്കൂടെ? രണ്ടാളും ചെയ്തോട്ടെ എന്ന് വെക്കാൻ പറ്റുമോ? ഇല്ല, അത് സാധ്യമല്ല. കാരണം EVMൽ രേഖപ്പെടുത്തുന്ന വോട്ടുകൾ പൂർണ്ണമായും രഹസ്യവും ഒന്നിനൊന്ന് കലർന്നു കിടക്കുന്നതുമാണ്. ഈ യഥാർത്ഥ വോട്ടറുടെ വോട്ടുകൂടി EVMൽ രേഖപ്പെടുത്തിയാൽ നേരത്തെ കള്ളവോട്ട് ചെയ്ത വ്യക്തിയുടെ വോട്ട് ഏതാണെന്ന് പിന്നീട് കണ്ടെത്താനോ അതൊഴിവാക്കാനോ സാധിക്കില്ല. അത് ശരിയാണല്ലോ. അതുകൊണ്ടാണ് അവർക്ക് പേപ്പർ ബാലറ്റ് നൽകുന്നത്. ആ ബാലറ്റ് പേപ്പറിന്റെ പിന്നിൽ ടെൻഡേർഡ് ബാലറ്റ് പേപ്പർ എന്ന് പ്രിസൈഡിംഗ് ഓഫീസർ എഴുതണം. ഇവരുടെ ഇടത് ചൂണ്ടുവിരലിൽ രണ്ടാമത്തെ പോളിംഗ് ഉദ്യോഗസ്ഥൻ മഷി പുരട്ടുകയും വേണം. ഫോമിലാണ് രേഖപ്പെടുത്തേണ്ടത്. ഇവരുടെ വിവരങ്ങൾ ഫോം 17Bയിൽ കൃത്യമായി രേഖപ്പെടുത്തണം. ഭാവിയിൽ കോടതിയുടെ ഇടപെടൽ ഉണ്ടായാൽ പരിശോധിക്കാൻ ഈ ബാലറ്റുകൾ പ്രത്യേകം സൂക്ഷിക്കുകയും ചെയ്യും. വളരെ ലളിതമായി ആ കാര്യം മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ഇനി ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ട മറ്റൊരു സാഹചര്യം നോക്കാം. വോട്ട് ചെയ്യാൻ വരുന്നൊരു വ്യക്തിയുടെ ഐഡന്റിറ്റി അവിടെയുള്ളൊരു പോളിംഗ് ഏജന്റ് ചോദ്യം ചെയ്യുകയാണ്. അതായത് ഒഫീഷ്യലായി ചാലഞ്ച് ചെയ്യുകയാണെന്ന് കരുതുക. അപ്പോൾ എന്താണ് നടപടി?
ഒരു ഏജന്റ് ഐഡന്റിറ്റി ചാലഞ്ച് ചെയ്താൽ നടപടിക്രമങ്ങൾ തുടങ്ങുന്നതിന് മുൻപായി ആദ്യം തന്നെ ഏജന്റിൽ നിന്ന് ചാലഞ്ച് ഫീസായി 2 രൂപ ക്യാഷായി ഈടാക്കി രസീത് നൽകണം. 2 രൂപയോ? അതെ, 2 രൂപ. തുടർന്ന് ആ വോട്ടറുടെ ഐഡന്റിറ്റി വിശദമായി പരിശോധിക്കണം. പരിശോധനയിൽ ഏജന്റ് ഉന്നയിച്ച ചാലഞ്ച് തെറ്റാണെന്ന് കണ്ട് വോട്ടറെ വോട്ട് ചെയ്യാൻ അനുവദിച്ചാൽ ആ വാങ്ങിയ 2 രൂപ തുക കണ്ടുകെട്ടും, അഥവാ ഫോർഫീറ്റ് ചെയ്യും. എന്നാൽ നേരെ മറിച്ച് ഏജന്റ് ഉന്നയിച്ച ചാലഞ്ച് ശരിയാണെന്ന് കണ്ട് ആ വ്യക്തിയെ വോട്ട് ചെയ്യാൻ അനുവദിക്കാതിരുന്നാൽ ആ 2 രൂപ ഏജന്റിന് തിരികെ നൽകുകയും ചെയ്യും. ഈ 2 രൂപ എന്ന് പറയുന്നത് ഒരു ചെറിയ തുകയല്ലേ? ഈ ഫീസിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? തുക വളരെ ചെറുതാണെങ്കിലും അതൊരു ഔദ്യോഗിക നടപടിക്രമമാണ്. എന്താ പറയാ, ആരും അടിസ്ഥാനമില്ലാതെ വെറുതെ എല്ലാ വോട്ടർമാരെയും ചാലഞ്ച് ചെയ്ത് പോളിംഗ് തടസ്സപ്പെടുത്താതിരിക്കാൻ വേണ്ടിയുള്ള ഒരു നിയമപരമായ കടമ്പയാണിത്. രേഖകളിൽ ഈ ചാലഞ്ചുകൾ കൃത്യമായി അക്കൗണ്ട് ചെയ്യപ്പെടുകയും ചെയ്യും. ശരി. അപ്പോൾ ഇനി പ്രായത്തിന്റെ കാര്യം. വോട്ട് ചെയ്യാൻ വരുന്ന വ്യക്തിയെ കണ്ടാൽ 18 വയസ്സ് തികഞ്ഞിട്ടില്ല എന്ന് ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നിയാലുള്ള നടപടി എന്താണ്? അണ്ടർ ഏജ്ഡ് ആണെന്ന് ഉദ്യോഗസ്ഥർക്ക് ന്യായമായ സംശയം തോന്നിയാൽ വോട്ടറുടെ ഐഡന്റിറ്റി കാർഡുകൾ ഉറപ്പുവരുത്തിയ ശേഷം അവരിൽ നിന്ന് പ്രായം സംബന്ധിച്ചൊരു സത്യവാങ്മൂലം അഥവാ ഡിക്ലറേഷൻ എഴുതി വാങ്ങണം. ഇതിലെന്തെങ്കിലും മുന്നറിയിപ്പ് നൽകേണ്ടതുണ്ടോ? തീർച്ചയായും. തെറ്റായ വിവരമാണ് അവർ നൽകുന്നതെങ്കിൽ RP ആക്ട് 1950 സെക്ഷൻ 31 പ്രകാരമുള്ള ക്രിമിനൽ ശിക്ഷാവിധികൾ അവർ നേരിടേണ്ടി വരുമെന്ന് വളരെ വ്യക്തമായി അവർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കണം. അത് വളരെ കർശനമായ ഒരു മുന്നറിയിപ്പാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ വോട്ടർമാരുടെ ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. ഇനി നമുക്ക് സഹായം ആവശ്യമുള്ള വോട്ടർമാരുടെ കാര്യത്തിലേക്ക് വരാം. ഐഡന്റിറ്റി എല്ലാം വ്യക്തമാണ്, എന്നാൽ അവർക്ക് ഒറ്റയ്ക്ക് വോട്ട് ചെയ്യാൻ സാധിക്കാത്ത ചില സാഹചര്യങ്ങളുണ്ട്. അസിസ്റ്റഡ് വോട്ടിംഗ്. അതെ. ഉദാഹരണത്തിന് ഒരു സാധാരണ വോട്ടർ വന്ന് EVM മെഷീൻ എങ്ങനെ ഉപയോഗിക്കണമെന്ന് എനിക്കറിയില്ല, ഒന്നുകൂടി കാണിച്ചു തരാമോ എന്ന് ചോദിക്കുകയാണ്. എനിക്ക് വേണമെങ്കിലൊന്ന് കമ്പാർട്ട്മെന്റിൽ കയറി ആ ബട്ടൺ കാണിച്ചു കൊടുക്കാമല്ലോ എന്ന് സ്വാഭാവികമായും ഒരു ഉദ്യോഗസ്ഥന് തോന്നാം. അങ്ങനെ ചെയ്യാമോ? ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല. പ്രിസൈഡിംഗ് ഓഫീസർ വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ കയറി വോട്ട് ചെയ്യാൻ ആരെയും സഹായിക്കരുത്. അത് വോട്ടിംഗിന്റെ രഹസ്യ സ്വഭാവത്തിന്റെ പൂർണ്ണമായ ലംഘനമാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അവരെ സഹായിക്കുക? പകരം നിങ്ങൾ ചെയ്യേണ്ടത് വോട്ടിംഗ് കമ്പാർട്ട്മെന്റിന് പുറത്ത് വെച്ച് കാർഡ്ബോർഡ് മോഡൽ EVM ഉപയോഗിച്ച് എങ്ങനെ വോട്ട് ചെയ്യണം എന്ന് വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഈ ഡമ്മി മോഡലിൽ ഡമ്മി പേരുകളും ചിഹ്നങ്ങളുമാകും ഉണ്ടാവുക. ഇതെല്ലാം ബൂത്തിലുള്ള പോളിംഗ് ഏജന്റുമാരുടെ മുന്നിൽ വെച്ച് മാത്രമാണ് വിശദീകരിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ രഹസ്യ സ്വഭാവം ഒട്ടും നഷ്ടപ്പെടുന്നില്ല. എന്നാൽ അന്ധത കാരണമോ മറ്റ് ശാരീരിക അവശതകൾ കാരണമോ ഒരു വോട്ടർക്ക് ഡമ്മി മെഷീനിൽ കാണിച്ചു കൊടുത്താലും വോട്ട് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വന്നാലോ? റൂൾ 49N പ്രകാരമുള്ള അന്ധരും അവശരുമായ വോട്ടർമാരുടെ കാര്യത്തിൽ എന്താണ് വ്യവസ്ഥ? റൂൾ 49N ഇത്തരം സാഹചര്യങ്ങളെ വളരെ വ്യക്തമായി കൈകാര്യം ചെയ്യുന്നുണ്ട്. വോട്ടർക്ക് സഹായമില്ലാതെ വോട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് പ്രിസൈഡിംഗ് ഓഫീസർക്ക് പൂർണ്ണ ബോധ്യപ്പെട്ടാൽ അവർക്ക് ഒരു സഹായിയെ അഥവാ കമ്പാനിയനെ അനുവദിക്കാം. ഈ സഹായിക്ക് എന്തെങ്കിലും നിബന്ധനകളുണ്ടോ? ഉണ്ട്. സഹായിക്ക് നിർബന്ധമായും 18 വയസ്സ് തികഞ്ഞിരിക്കണം. കൂടാതെ ഒരാൾക്ക് ഒരു വോട്ടറെ മാത്രമേ സഹായിക്കാനാകൂ എന്ന് സത്യവാങ്മൂലം സഹായിയിൽ നിന്ന് മുൻകൂട്ടി വാങ്ങണം. അപ്പോ ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ മഷി പുരട്ടുന്ന രീതിയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഉണ്ട്. അതിൽ വലിയ മാറ്റമുണ്ട്. സാധാരണ വോട്ടറുടെ ഇടത് ചൂണ്ടുവിരലിലാണല്ലോ മഷി പുരട്ടുന്നത്. എന്നാൽ ഇവിടെ വോട്ടറുടെ ഇടത് ചൂണ്ടുവിരലിലും അതോടൊപ്പം സഹായിയുടെ വലത് ചൂണ്ടുവിരലിലുമാണ് മായാത്ത മഷി പുരട്ടേണ്ടത്. ഓ, സഹായിയുടെ വലത് വിരലിൽ. അതെ. ഇതിലൂടെ ഈ സഹായി മറ്റൊരാൾക്ക് കൂടി സഹായിയായി വരുന്നത് തടയാനാകും. അതിനുശേഷം ഇവരുടെ വിവരങ്ങളെല്ലാം ഫോം 14A കൃത്യമായി രേഖപ്പെടുത്തണം. ഇവിടെ എനിക്കൊരു സൂക്ഷ്മമായ ചോദ്യമുണ്ട്. ഒരു വോട്ടർക്ക് പരസഹായം ആവശ്യമുണ്ട്, എന്നാൽ അവർക്ക് മെഷീനിലെ ബട്ടൺ അമർത്താൻ സാധിക്കും. അതിനാൽ ഒരു സഹായി ആ വോട്ടറെ കമ്പാർട്ട്മെന്റിന്റെ വാതിൽ വരെ കൊണ്ടുവിടുകയും എന്നാൽ അവർക്കൊപ്പം അകത്തേക്ക് കയറാതിരിക്കുകയും ചെയ്താൽ ഈ സഹായിയുടെ പേര് നമ്മളിപ്പോൾ പറഞ്ഞ ഫോം 14A രേഖപ്പെടുത്തേണ്ടതുണ്ടോ? ഇല്ല, അങ്ങനെ രേഖപ്പെടുത്തേണ്ടതില്ല. പരിശീലന ഡോക്യുമെന്റിൽ ഇക്കാര്യം കൃത്യമായി പറയുന്നുണ്ട്. വാതിൽ വരെ കൊണ്ടുവിടുകയോ നടക്കാൻ സഹായിക്കുകയോ മാത്രം ചെയ്യുകയും അകത്തേക്ക് പ്രവേശിക്കാതിരിക്കുകയും ചെയ്താൽ അവരെ ഫോം 14A ഉൾപ്പെടുത്തേണ്ടതില്ല. അത് വളരെ നിർണായകമായൊരു വിവരമാണ്. അനാവശ്യമായി ഫോമുകൾ പൂരിപ്പിച്ച് സമയം കളയുന്നത് ഒഴിവാക്കാൻ ഇത് ഉദ്യോഗസ്ഥരെ സഹായിക്കും.
അപ്പോൾ ഇനി നമ്മൾ ഈ അവലോകനത്തിന്റെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു 3 നിയമങ്ങൾ, അതായത് റൂൾ 49O, 49M, പിന്നെ 49MA. ആദ്യം നമുക്ക് റൂൾ 49O നോക്കാം. വോട്ടർ എല്ലാ ഐഡന്റിറ്റിയും കാണിച്ച് രജിസ്റ്ററിൽ ഒപ്പും വെച്ച ശേഷം അവസാന നിമിഷം സ്വയം വോട്ട് ചെയ്യുന്നില്ലെന്ന് തീരുമാനിച്ചാൽ എന്താണ് ചെയ്യേണ്ടത്? ഒരു വോട്ടർക്ക് വോട്ട് ചെയ്യാതിരിക്കാനുള്ള പൂർണ്ണ അവകാശമുണ്ട്. വോട്ടർ വോട്ട് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചാൽ ആദ്യം ആ വോട്ടർക്ക് നൽകിയ സ്ലിപ്പ് റദ്ദാക്കണം. തുടർന്ന് ഫോം 17A, അതായത് വോട്ടർമാരുടെ രജിസ്റ്ററിലെ റിമാർക്സ് കോളത്തിൽ റെഫ്യൂസ്ഡ് ടു വോട്ട് എന്നെഴുതി അതിന് താഴെ പ്രിസൈഡിംഗ് ഓഫീസർ പൂർണ്ണമായ ഒപ്പിടണം. അപ്പോ ആ രജിസ്റ്ററിലെ സീരിയൽ നമ്പറോ? അവിടെയാണ് നിങ്ങൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു കാരണവശാലും ആ വോട്ടർക്ക് നൽകിയ ഫോം 17A-യിലെ സീരിയൽ നമ്പർ മാറ്റാനോ വെട്ടിത്തിരുത്താനോ പാടില്ല. ശരി. ഇനി റൂൾ 49M, അതായത് ചട്ടലംഘനം. വോട്ടെടുപ്പിനിടയിൽ ഒരാൾ നിയമം ലംഘിച്ചാൽ എന്താണ് നടപടി? അതായത് രഹസ്യ സ്വഭാവം ഒരു വോട്ടർ മനഃപൂർവ്വം ലംഘിക്കുകയോ അല്ലെങ്കിൽ ബൂത്തിനുള്ളിൽ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്താൽ അവരെ തുടർന്ന് വോട്ട് ചെയ്യാൻ അനുവദിക്കരുത്. അവരെ തടഞ്ഞ ശേഷം ഫോം 17A-യിൽ അവരുടെ പേരിന് നേരെയുള്ള റിമാർക്സ് കോളത്തിൽ നോട്ട് അലൗഡ് ടു വോട്ട്, പോൾ പ്രൊസീജിയർ വയലേറ്റഡ് എന്ന് രേഖപ്പെടുത്തി PO ഒപ്പിടണം. ഇവിടെയും സീരിയൽ നമ്പർ യാതൊരു കാരണവശാലും മാറ്റരുത്. ഇവിടെയാണ് എനിക്ക് വലിയ അത്ഭുതം തോന്നിയത്. ഈ പരിശീലന ഡോക്യുമെന്റിൽ 49O, 49M എന്നിവ സംഭവിക്കുമ്പോൾ ഫോം 17A-യിലെ സീരിയൽ നമ്പർ തിരുത്താൻ പാടില്ല എന്ന് ചുവന്ന അക്ഷരത്തിൽ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ആ നമ്പർ അത്ര പ്രധാനമാകുന്നത്? കാരണം തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഏറ്റവും വലിയ കണക്കുകൂട്ടലിരിക്കുന്നത് അവിടെയാണ്. ഫോം 17A-യിലെ അവസാനത്തെ സീരിയൽ നമ്പറാണ് ആ ബൂത്തിലന്ന് വന്ന ആകെ വോട്ടർമാരുടെ എണ്ണം നിശ്ചയിക്കുന്നത്. ഒരാൾ വോട്ട് ചെയ്യാതിരിക്കുകയോ ചട്ടം ലംഘിച്ചു പുറത്താക്കപ്പെടുകയോ ചെയ്യുമ്പോൾ ആ വ്യക്തി ബൂത്തിൽ വന്നിരുന്നു എന്ന് രേഖപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. വൈകുന്നേരം പോളിംഗ് അവസാനിക്കുമ്പോൾ മെഷീനിലെ ആകെ വോട്ടുകളുടെ എണ്ണവും ഫോം 17A-യിലെ അവസാന സീരിയൽ നമ്പരും തമ്മിൽ ഒത്തുനോക്കും. അപ്പോൾ മെഷീനിലെ വോട്ട് 17A-യിലെ എണ്ണത്തേക്കാൾ കുറവായിരിക്കുമല്ലോ. കൃത്യമായി പറഞ്ഞു. ആ കുറവ് എന്തുകൊണ്ടുണ്ടായി എന്ന് വിശദീകരിക്കുന്നത് ഈ നമ്മൾ എഴുതിയ റിമാർക്സുകളാണ്. നിങ്ങൾ സീരിയൽ നമ്പർ തിരുത്തുകയോ ഒരാളെ വെട്ടിക്കളയുകയോ ചെയ്താൽ ഈ കണക്കുകളിൽ പൊരുത്തക്കേടുണ്ടാവും. അത് പിന്നീട് വലിയ നിയമപ്രശ്നങ്ങൾക്ക് കാരണമാകും. ശരിക്കും ഒരു ഗണിതശാസ്ത്രം പോലെയാണ് ആ രേഖകൾ പ്രവർത്തിക്കുന്നതെന്ന് ഇപ്പോൾ വ്യക്തമായി. അപ്പോൾ ഇനി അവസാനമായി വളരെ സങ്കീർണമായ ഒരു സാഹചര്യം. താൻ ചെയ്ത വോട്ടല്ല VVPAT സ്ലിപ്പിൽ വന്നതെന്ന് ഒരു വോട്ടർ ബൂത്തിൽ വെച്ച് ഉറക്കെ പരാതിപ്പെട്ടാൽ, അതായത് റൂൾ 49MA പ്രകാരമുള്ള ടെസ്റ്റ് വോട്ട് ആവശ്യമുയർന്നാൽ എന്താണ് ചെയ്യുക? മെഷീന്റെ വിഷ്വാഫിഡിയേറ്റ് തന്നെ ചോദ്യം ചെയ്യുന്ന ഈ സാഹചര്യത്തെ വളരെ ശ്രദ്ധയോടെ വേണം കൈകാര്യം ചെയ്യാൻ. പരാതി വന്നാൽ പ്രിസൈഡിംഗ് ഓഫീസർ ആദ്യം തന്നെ ഈ പരാതി തെറ്റാണെന്ന് തെളിഞ്ഞാൽ ആ വ്യക്തി നേരിടേണ്ടി വരുന്ന ഗുരുതരമായ നിയമ നടപടികളെക്കുറിച്ച് കൃത്യമായ മുന്നറിയിപ്പ് നൽകണം. എന്നിട്ടും അവർ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിലോ? എങ്കിൽ അവരിൽ നിന്ന് നിർദ്ദിഷ്ട ഫോമാറ്റിൽ ഒരു സത്യവാങ്മൂലം വാങ്ങണം. തുടർന്ന് പോളിംഗ് ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ ആ വോട്ടറെ കൊണ്ട് ഒരു ടെസ്റ്റ് വോട്ട് ചെയ്യാൻ അനുവദിക്കണം. ആ ടെസ്റ്റ് വോട്ടിന്റെ ഫലം വന്നാൽ അടുത്തപടി എന്താണ്? അവിടെ 2 സാധ്യതകളാണുള്ളത്. ഈ ടെസ്റ്റ് വോട്ടിൽ മെഷീൻ കൃത്യമായാണ് പ്രവർത്തിക്കുന്നത് എന്ന് ബോധ്യപ്പെടുകയും വോട്ടറുടെ പരാതി തെറ്റാണെന്ന് തെളിയുകയും ചെയ്താൽ വോട്ടെടുപ്പ് പഴയപടി തുടരാം. ഒപ്പം ഫോം 17A-യിൽ റിമാർക്സായി 192.504 EP ടെസ്റ്റ് വോട്ട് കാസ്റ്റഡ് ഇൻ ഫേവർ ഓഫ് എന്നെഴുതി ഏത് ചിഹ്നത്തിനാണോ വോട്ട് ചെയ്തത് ആ ചിഹ്നം രേഖപ്പെടുത്തണം. അപ്പോൾ രണ്ടാമത്തെ സാധ്യത, വോട്ടറുടെ പരാതി സത്യമാണെന്ന് തെളിഞ്ഞാലോ? മെഷീൻ ശരിക്കും തെറ്റാണ് കാണിക്കുന്നതെങ്കിലോ? എങ്കിൽ ഒരു സംശയവും വേണ്ട. ഉടൻ തന്നെ ആ EVM-ലെ വോട്ടെടുപ്പ് പൂർണ്ണമായി നിർത്തിവെക്കണം. അതിനുശേഷം എത്രയും പെട്ടെന്ന് റിട്ടേണിംഗ് ഓഫീസറെ വിവരമറിയിക്കുകയും അവരുടെ നിർദ്ദേശപ്രകാരം മാത്രം തുടർ നടപടികൾ സ്വീകരിക്കുകയും വേണം. മനസ്സിലായി. അപ്പോൾ ഏത് അപ്രതീക്ഷിത സാഹചര്യങ്ങൾക്കും നമ്മുടെ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളിൽ കൃത്യമായ നിയമങ്ങളുണ്ട്. ഇതൊരു വളരെ വിശദമായ ചർച്ചയായിരുന്നു. നമുക്ക് ഇതൊന്ന് ചുരുക്കി പറയാം. പോളിംഗ് പ്രക്രിയ എന്നത് പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെ സങ്കീർണമായി തോന്നാമെങ്കിലും കൃത്യമായ നിയമങ്ങളാൽ സുരക്ഷിതമാക്കപ്പെട്ട ഒന്നാണ്.
ഒരു പോളിംഗ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഫോം 17A, 17B, 14A എന്നിവ എവിടെ എപ്പോൾ കൃത്യമായി കൈകാര്യം ചെയ്യണമെന്നും അതുപോലെ 49O, 49M, 49MA തുടങ്ങിയ നിയമങ്ങൾ അതിന്റെ അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കാനും നിങ്ങൾ ബാധ്യസ്ഥരാണ്. അതെ, ഈ വിവരങ്ങൾ പൂർണ്ണമായും ഓർമ്മയിലുണ്ടെങ്കിൽ പോളിംഗ് ദിനത്തിലെ ഏത് സമ്മർദ്ദവും നിങ്ങൾക്ക് അനായാസം കൈകാര്യം ചെയ്യാനാകും. ഈ നിയമങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ സുതാര്യത കാത്തുസൂക്ഷിക്കാൻ മാത്രമല്ല, പോളിംഗ് ഉദ്യോഗസ്ഥരുടെ നിഷ്പക്ഷത തെളിയിക്കാനുള്ളത് കൂടിയാണ്. തീർച്ചയായും. ഈ അവലോകനം അവസാനിപ്പിക്കുന്നതിനു മുൻപ് ഇത് കേൾക്കുന്ന നിങ്ങളോട് ഒരു കാര്യം കൂടി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഡോക്യുമെന്റിലെ നിയമങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. റൂൾ 49MA പ്രകാരം മെഷീനെ ചോദ്യം ചെയ്യാനുള്ള പൂർണ്ണ അവകാശം ഒരു സാധാരണ വോട്ടർക്ക് നൽകുമ്പോൾ തന്നെ ഫോം 17A പോലെയുള്ള സുപ്രധാന രേഖകളിൽ ഒരു ചെറിയ തിരുത്തൽ പോലും ഉദ്യോഗസ്ഥരെക്കൊണ്ട് അനുവദിക്കാത്ത തരത്തിൽ എത്രമാത്രം ശാസ്ത്രീയവും കർശനവുമായാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കൂ. ആരും ആർക്കും മുകളിലല്ല, നിയമമാണവിടെ വലുത്. ഈ കൃത്യതയാണ് വലിയൊരു രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ അടിത്തറ കാക്കുന്നത്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വളരെ ആത്മവിശ്വാസത്തോടെ നിങ്ങളുടെ ഡ്യൂട്ടി മികച്ചതാക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു ഇൻഡെപ്ത് ഡിസ്കഷനിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.